ഹായ് ഹലോ. ഇന്ന് ആറാമത്തെ ദിവസമാണ്. ലാലേട്ടൻ മുണ്ട് മുറുക്കി കൊടുത്ത് തന്നെ വന്നിട്ടുണ്ട്. കൊടുക്കേണ്ടവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അക്ബറിനായാലും രേണുവിന് പേരിട്ടതിന്, പിന്നെ ആതിര നൂറിന് മറ്റേ പേരിട്ടതിന്, അനീഷിന പേരിട്ടതിന്, പിന്നെ കൂടാതെ ജിസയിൽ മേക്കപ്പ് മാറ്റി വെച്ചതിന്, പിന്നെ നമ്മുടെ അപ്പാണി ശരത്ത് എനിക്ക് തോന്നുന്നുണ്ട് ആവശ്യമില്ലാതെ ഓവറായിട്ട് അനീഷിനെ പറയുന്നത് പോലെ അതിനും കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അത് തുടക്കമായതുകൊണ്ട് അതിൻ്റേതായ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വിധം മാറുമായിരിക്കും എന്ന് വിചാരിക്കാം. പിന്നെ അനീഷിനെ സംബന്ധിച്ച് എനിക്കൊരു കാര്യം പറയണം. അനീഷ് പല കാര്യങ്ങളും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് കറക്റ്റ് റൂളിൻ്റെ പടി ചെയ്യുന്നത് പിന്നെ ഇവർക്ക് അരാജകമായി തോന്നുന്നുണ്ട്. അതായത് നമ്മുടെ പാർട്ടിസിപ്പൻസിന് പുള്ളിക്കാരൻ നന്നായി ഇറിറ്റേറ്റ് ചെയ്യാൻ അറിയാം. അത് ഗെയിമും കൂടെ ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അനീഷ് കസറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇന്ന് സംഭവിച്ച കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം പറയേണ്ടത് രേണുസുതിക്ക് കൊടുത്ത പണിയാണ്. അതായത് രേണുസുതി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോമിനേഷനിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെൻറ്റി മോഡൽ. അത് PR വർക്കാണോ അതോ അനിയൻ ചെയ്തതാണോ ചേട്ടൻ ചെയ്തതാണോ അതൊന്നും അറിയത്തില്ല. പിന്നെ അത് കുറച്ച് വൈറലായിട്ടുണ്ടായിരുന്നു. അതിനെ അഡ്രസ്സ് ചെയ്ത് മോഹൻലാൽ സംസാരിക്കുകയുണ്ടായി. അത് വളരെ അധികം ഇഷ്ടപ്പെട്ടു. പിന്നെ അക്ബറിന് കൊടുത്തതാണ്. അക്ബർ ആ ഒരു സിറ്റുവേഷൻ്റെ പുറത്തായിരിക്കാൻ സംസാരിച്ചതാണ്, പക്ഷെ അത് സംസാരിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ആദില നൂറിനും കൊടുത്തത് പേരിട്ടത് ശരിയായില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പിന്നെ സംഭവിച്ചത് ജിസൈലിനാണ്. ജിസൈൽ പെട്ടിയൊക്കെ അയക്കുമെന്നാണ് പറയുന്നത്, കണ്ടറിയാം. പക്ഷേ ആ ഒരു പ്രിവിലേജ് കൊടുക്കാൻ പാടില്ല. ബാക്കിയുള്ള പിന്നെ 19 കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് പിന്നെ ആ ഒരു ആനുകൂല്യം കിട്ടേണ്ടതാണ്. ഇവർക്കായിട്ട് മാത്രം കൊടുക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചാണ്. അതും പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ അപ്പാണിശരത്തിൻ്റെ കാര്യം. ഈ അപ്പാണിശരത്തിൻ്റെ കാര്യം പുള്ളിക്കാരൻ പലപ്പോഴും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. എന്നിട്ട് ഈ ആവശ്യമില്ലാത്ത നിന്നെ ഞാൻ അത്താക്കും, ഇറങ്ങി പോടാ പോടാ മറ്റേതാ മറിച്ചതാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമുക്കും തോന്നും. അതായത് അനീഷിനോട് നമുക്ക് തോന്നേണ്ടതല്ല ഒരു സിമ്പതി, പക്ഷേ ഇവനിങ്ങനെ പറയുമ്പോൾ, അതായത് അപ്പാണിശരത്ത് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെയാണ്. പിന്നൊരു ലൈറ്റായിട്ട് പോയി. ഇനി നമുക്ക് ആരാണ് നാളെ പോകാൻ ചാൻസ് ഏറ്റവും കൂടുതൽ എന്ന് നോക്കാം. എൻ്റെ ഒരു അസംഷൻ പ്രകാരം ഞാനിപ്പം 3 പേരുകൾ പറയാം. ഓക്കെ. ഒന്ന്, ചാൻസസ് ആർ ഹൈയിൽ നിൽക്കുന്നത് ശൈത്യയാണ്. ശൈത്യയില്ല, നമ്മുടെ ലോയർ ശൈത്യ പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്, ഒന്നാമത്തത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പേര് എന്ന് പറയുന്നത് ശാരിക KB. പുള്ളിക്കാരിക്കും ഞാൻ ചാൻസ് കാണുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത് മുൻഷി രഞ്ജിത്തേട്ടൻ. അപ്പം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് ശൈത്യക്കാണ്. അല്ലെങ്കിൽ മുൻഷി രഞ്ജിത്തേട്ടൻ, അല്ലെങ്കിൽ ശാരിക. പക്ഷെ ശാരിക എന്തായാലും പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് പുള്ളിക്കാരി ഒരു സ്ത്രീ സ്വരം ഉയർത്തേണ്ട ആളായി മാറേണ്ടതാണ്. പക്ഷെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതൊരു സേഫിൽ നിൽക്കുവാണ് ഇപ്പോഴും. ഓക്കെ. അപ്പോൾ ഇതാണ് ശൈത്യക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത്. മേ ബി ഈ 3 പേരിൽ ആരെങ്കിലും പോയേക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് നാളെ കാണാം.